ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ലോഡ് മജോറിറ്റിയുടെ കാർ ഇരിപ്പുണ്ട്. അതെല്ലാം പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന കാറുകളാണ് ഇരിക്കുന്നത്. ഇതാ ഇവിടെ നമ്മുടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിപ്പുണ്ട്, 90s യങ്സ്റ്റർ പാക്ക് എന്ന് പറയുന്നത്. സോ 90s, അപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 4 പ്രീമിയം കാർ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടി ഇന്ന് കാണിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ 4 ഇന്ന് അൺകാർഡ് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ഡീറ്റെയിലിംഗ് ചേരുമ്പോഴാണ്. സോ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയാണ്. ബാക്കിയെല്ലാം നമുക്ക് ഇത്ര പോപ്പുലർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതെനിക്ക് എത്ര പരിചയമില്ല ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. സോ ഇത് അൺകാർഡ് ചെയ്യാൻ വേണ്ടി ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത്ര പിടിയില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടെ പിടിച്ചത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് അൺകാർഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. ആൽഫീൻ A1. ആൽഫീൻ A110 R എന്ന് പറയുന്നൊരു വണ്ടിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ആൽഫീൻ A1 110. ആൻഡ് എനിക്കിൻ്റെ ഗ്രാഫിക്സ് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിനീൽ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇത് പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഡീറ്റെയിലൊക്കെ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലാണ്. ഇൻറ്റീരിയർ വർക്ക് എല്ലാം കൂടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഡീറ്റെയിലും കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ്. ആൻഡ് സസ്പെൻഷൻ ഓൾസോ വർക്കാകുന്നതാണ്. സോ മജോറിറ്റിയുടെ എല്ലാ കാറിലും വർക്കാകുന്നതാണ്. അപ്പം മജോറിറ്റിയുടെ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം കുറേ കളക്ഷനായി മജോറിറ്റിയുടെ തന്നെ കാർ ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അതിനെ നമുക്കവിടെ പ്ലേസ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിസാൻ്റെ Z എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഞാനിത് നിസാൻ Z എന്നാണ് പറയുന്നത്. നിസാൻ Z എന്നായിരിക്കും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്കറിയില്ല. സോ ഇതിന് ഞാൻ നിസാൻ Z എന്നാണ് പറയുന്നത്. ഇതും ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ഇത് ഞാൻ അൺകാർഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ബാഡ്ജിങ്, എൻഡ് ടു എൻഡ് ഡീറ്റെയിലിംഗ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് എനിക്കിത് ഈ റേസിംഗ് എന്നൊക്കെ എടുത്തുള്ള ഈ സ്റ്റിക്കർ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വർക്കാവും. ഓൾസോ ഇതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ? സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത്. റിയറിലെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ 1/24 കാർ വിട്ടിട്ട് ഇപ്പോൾ ഈ മജോറിറ്റിയിലോട്ട് പോയെന്ന് തോന്നുന്നു. കാരണം അതുപോലത്തെ ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ഇപ്പോൾ ലുലുവിൽ ഇതിൻ്റെ ചാകരയാണ്. ഞാൻ കോട്ടയം ലുലുവിൽ നിന്ന് മേടിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മൾ ഇന്ന് ചെന്നിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേറെ മോഡൽസ് ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണ് ഞാനിപ്പം ഈ മജോറിറ്റിയുടെ തന്നെ കുറേ കളക്ഷനാണ് ഞാനിപ്പോൾ മേടിക്കുന്നത്. ഇനിയും മേടിക്കും, കാരണം ഇനിയും അവിടെ വരും. ഇപ്പോൾ കുറേ ട്രാക്ടർ മാത്രമേ അവിടെ കിടപ്പുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാഞ്ഞത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഭയങ്കര സുപരിചിതമായ ലംബോർഗിനിയുടെ തന്നെ കൗണ്ടാഷ് എന്ന് പറയുന്ന മോഡലാണ്. LP400 എന്ന് പറയുന്ന മോഡൽ. സോ ഇതാണ് ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വലിയ വണ്ടി എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു 1/24 സ്കെയിൽ വരുന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. ഓൾസോ ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവും. പക്ഷേ ഇതിൻ്റെ ഡോർ വരുന്നത് അങ്ങനെ ഫ്ലൈയിങ് ഡോറാണ് വരുന്നത്, മേളോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അത് നല്ലൊരു ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത്രയും ചെറിയ വണ്ടിയിൽ ഇങ്ങനൊരു ഡോർ ഓപ്പൺ ചെയ്യുന്ന സാധനം. സോ ഇവിടെ മജോറിറ്റി എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റെഡ് കളറിലാണ് വരുന്നത്. നടുക്കൂടി ഒരു വൈറ്റ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. 6 എന്നൊരു നമ്പർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ അങ്ങോട്ട് പ്രോപ്പറായിട്ട് വർക്കാകുന്നില്ല. ഫ്രണ്ടിൽ വർക്കാവും, ബാക്കിൽ അങ്ങോട്ട് വർക്കാകുന്നില്ല. എനിക്കൊന്ന് ഈ ബോഡിയിൽ തട്ടുന്നതിൻ്റെ ഞാൻ തോന്നും. പിന്നെ അതുപോലെ ഒരു സൈഡ് വർക്കാകത്തുള്ളൂ, എല്ലാ സൈഡും വർക്കാകത്തില്ലുണ്ടോ. ഈ സൈഡിനേക്കാൾ കൂടുതൽ വർക്കാവും ഈ സൈഡ്. അതുപോലെ ഈ സൈഡും വർക്കാവും, പക്ഷേ ഈ സൈഡ് വർക്കാവില്ല. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ കാർഡിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് എന്താ പറയുന്നത്, ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറ്റില്ല, പൊട്ടിച്ചൊന്നും നോക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു പറ്റിയത്. ഇത് കഴിഞ്ഞ ദിവസം വേറൊരു കാറിൽ ഇതുപോലെ പറ്റിയാണ്. സസ്പെൻഷൻ വർക്കാകാത്തൊരു കാർ ഞാൻ മേടിച്ചായിരുന്നു. സോ ഇതിൻ്റെയും ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സീറ്റിലൊക്കെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർഡിൻ്റെ തന്നെ റാപ്റ്റർ എന്ന് പറയുന്നൊരു മോഡലാണ്. അതൊരു ഗൾഫ് എഡിഷൻ ഡിസൈനിലൊക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ബോക്സ് ഞാൻ കാണിച്ചു തരാം, കാരണം ഇതെല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് കൂടിപ്പോവും. സോ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് ഞാൻ ഇതിടാം. സോ ഇതാണ് അപ്പോൾ നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. 7 എന്നൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കി വലുതായിട്ട് ഫോർഡെന്ന് കൊടുത്തിട്ടുണ്ട്. റിയലിലും അതുപോലെ ഫോർഡെന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് കെട്ടി വിളിച്ചൊക്കെ പോകാൻ പറ്റുന്ന സെറ്റപ്പില്ലേ, അത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അങ്ങനത്തെ ഒരു പാക്കും വരുന്നുണ്ട് കേട്ടോ. ഇതും ഒരു മസ്തം കൂടെ കൂട്ടിയിട്ട് കോംബോ പാക്ക് വരുന്നുണ്ട്. അതിന് പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ് വരുന്നത്. സോ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാകുന്നതാണ്. ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നോക്കിയാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുന്നത്, ഈ പിക്കപ്പ് ട്രക്കിൻ്റെ ഇതിൽ വരുന്നതുകൊണ്ട് ഇവിടെ നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എൻ്റെ കയ്യിലിരിക്കുന്ന ഹോട്ട് വീലിൻ്റെ 2 ട്രക്ക് ഇരിപ്പുണ്ട്, പിക്കപ്പ് ട്രക്ക് ഇരിപ്പുണ്ട്, ടാക്കോമയും ഒരു റാമും. അതിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിന് നല്ല എന്താ പറയുന്നത്, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് കോംബോ വരുന്നതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ പ്രൈസ് കുറവായിരുന്നു. പക്ഷേ ഇതിന് സിംഗിൾ പീസ് വരുമ്പോഴത്തേക്കിനും അതിനേക്കാൾ പ്രൈസ് വരുന്നുണ്ട്. എന്നാലും ഡീറ്റെയിലിംഗ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മജോറിറ്റിയുടെ കളക്ഷൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരുപാടായി. സോ ഞാൻ ഏതെങ്കിലും വലിയ കാർ മേടിക്കാൻ പോകുമ്പോഴത്തേക്കിനായിരിക്കും ഈ ഒരു കാറുകൾ അവിടെ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കാറുകൾ മേടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഇതിൻ്റെ ഫാനായെന്ന് വേണേൽ പറയാം. ഫാൻ മാത്രമല്ല, ഇതൊരു അഡിക്ഷനായെന്ന് വേണേൽ പറയണം. ഡൈക്കാസ്റ്റുകാരൊക്കെ മേടിക്കുന്നത് എനിക്ക് കുറച്ച് അഡിക്ഷനായിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ അഡിക്ഷനായി ഇപ്പോൾ ഈ മജോറിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിൽ.
സോ ഇതാണ് നമ്മുടെ 4 മോഡൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 4 വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ ഒരു 10, 18, 20 മജോർട്ട കാറായി. ഇതിങ്ങനെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുമായിരിക്കാം, എനിക്കറിയില്ല. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.